ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡേ എന്തോ വലിയൊരു തെളിവ് കിട്ടിയെന്നുള്ള അഹങ്കാരത്തിൽ ഓടിക്കതച്ച് വരുൺ അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും അവിടെ ഒപ്പിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാനേ വരുണിന് കഴിഞ്ഞുള്ളൂ. ആദ്യം രഘുറാം ഒപ്പിട്ടു, പിന്നെ അവർണിക ഒപ്പിട്ടു, പിന്നാലെ വേണ്ടപ്പെട്ടവർ നമ്മുടെ എല്ലാവരും ഒപ്പൊക്കെ ഇട്ട് എല്ലാം റെഡിയായി. അവർ തമ്മിൽ ആ ഡീൽ ഉറപ്പിച്ചു. ഈ സമയത്ത് മിണ്ടാട്ടം മുട്ടി ഇതെല്ലാം കണ്ടു നിൽക്കാൻ മാത്രമേ വരുണിന് കഴിഞ്ഞുള്ളൂ. ഈ പേപ്പറെല്ലാം ഒപ്പിട്ട് കഴിഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരുണേ, നീ വേണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി നടത്താനെന്നും പറഞ്ഞ് വരുണിൻ്റെ കൈകളിലേക്ക് കൊടുക്കുവാണ് ഗോവിന്ദ് ആ ഫയൽ. ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. രണ്ട് പാർട്ടിയും ഹാപ്പി ആണല്ലോ അല്ലേ എന്ന് മഹേഷ് അന്നേരം ചോദിച്ചു. അല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. വരുണിൻ്റെ മുഖം മാത്രം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുക. ഡീൽ ഉറപ്പിച്ച എഗ്രിമെൻറ്റും സൈൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഡീലിങ്സും കൂടി നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഇന്ന് തന്നെ മടങ്ങി പോകാമെന്നുള്ള കാര്യം മഹേഷ് പറഞ്ഞപ്പോൾ കിച്ചുവിനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങളുടെ പകുതി ടെൻഷൻ തീരുമെന്നുള്ള കാര്യം അവർണിക്ക് നേരം പറയാം. അപ്പോൾ ജോസഫേട്ട, ഇവർ പറയുന്ന അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മുടെ അക്കൗണ്ടിനോട് പറഞ്ഞേക്കാനായിട്ട് ഗോവിന്ദ് പറഞ്ഞു. അപ്പോൾ എല്ലാം കൈവിട്ട് പോയി. ക്യാഷും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വരുൺ ചിന്തിക്കാം. അപ്പോൾ രഘുറാം സാർ, നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജോസഫേട്ടൻ ഇവരെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോവാം. അപ്പോൾ ഇവരങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴേക്കും വരുണിന് എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് അവർണിക നമ്മുടെ ഗോവിന്ദനോട് നന്ദിയും ഒക്കെ പറയുവാണ്. അപ്പം നന്ദി പറഞ്ഞു, കൈ കൂപ്പി അവരോട് ആ ഒരു സ്നേഹമൊക്കെ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് അവരങ്ങ് പോയിട്ടോ. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വരുൺ ഇങ്ങനെ നിന്ന് ആലോചിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. മഹേഷേ, ഇനിയിപ്പോൾ എന്താ കാര്യം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇനിയിപ്പോൾ 2 മാസം കഷ്ടമുള്ളടാ ബാക്കി കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത മാസം എൻ്റെ US വിസയുടെ കാലാവധി കഴിയുകയാണെന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാമെന്ന് പറഞ്ഞു. അയ്യോ, അതിനുവേണ്ടി നീ റെഡിയാക്കുമൊന്നും വേണ്ട, അതൊക്കെ നോക്കാൻ ഞാൻ അജാസിനെ ഏൽപ്പിച്ചോളാം. അജാസേ, ശരി സാർ, ഞാനെല്ലാം നോക്കിക്കോളാമെന്നും പറയും. അങ്ങനെ ഇവരിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും വരുണിൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കാം. നീ എന്താടാ എന്തോ നഷ്ടപ്പെട്ടു പോയതുപോലെ നിൽക്കുന്നത് എന്ന് ഗോവിന്ദ് വരുണിനോട് ചോദിച്ചു. നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു ചാൻസ് വീണ് കിട്ടിയെന്ന് നീ കരുതിക്കോളാൻ പറഞ്ഞു. ചീറപ്പ് മാൻ, ഒന്ന് ഉഷാറായിട്ട് നിൽക്കടാ എന്നൊക്കെ പറഞ്ഞു വരുണിനെ ചേർത്ത് പിടിച്ച് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയുമ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി 2 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിഞ്ഞു. ക്യാഷ് ഡീലിങ്സും കൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഡെസ്പ് ആവാതെ വരും സർ. ഇപ്പോഴും ഗോവിന്ദ് സാർ വിചാരിച്ചാൽ ഈ ഡീല് ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു സുവർണ. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. രാധിക മാം വഴി നീങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ രഘുറാമിന് അനുകൂലമായ നിലപാടേ എടുക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് വെച്ച് ഈ ബിസിനസ്സിലെ ചതി എന്താണെന്ന് രാധിക മാമിനെ ബോധ്യപ്പെടുത്തിയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ ഡീൽ ഓക്കെ ആയ സ്ഥിതിക്ക് ഗോവിന്ദ് ഏട്ടൻ സമ്മതിക്കില്ല. എത്ര നഷ്ടം വന്നാലും ഏട്ടൻ വാക്ക് തെറ്റിക്കില്ല എന്ന് വരുൺ സുവർണയോട് പറയാം. വരുൺ സാറോ മറ്റാരെങ്കിലും പറഞ്ഞാൽ ഗോവിന്ദ് സാറ് അംഗീകരിക്കില്ല. അതിന് രാധിക മാം തന്നെ വേണം. മേഡം പറഞ്ഞാൽ സാർ എന്തായാലും കേൾക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് സുവർണ ഇങ്ങനെ എരിവ് കയറ്റുക. രാധിക മാം ഈ വിവരം അറിഞ്ഞാൽ ഏത് രീതിയിലും ഗോവിന്ദ് സാറിനെ തടയുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും അതുകൊണ്ട് നമുക്കിത് മേഡത്തെ അറിയിക്കാമെന്നും സുവർണ വരുണിനോട് പറയാം. അപ്പോൾ അതൊരു ചാൻസ് ആണെന്നുള്ള രീതിയിൽ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മുടെ സുവർണയും അതുപോലെ തന്നെ വരുണും കൂടി നേരെ രാധികയെ കാണാൻ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് വില്ലേജ് ഓഫീസിലെത്തിയ നമ്മുടെ ഗീതുവിനെയാണ്. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ വില്ലേജ് ഓഫീസറുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടിയുടെ കോപ്പി കൗൺസിലർ ഇവിടെ ഏൽപ്പിച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുക. എനിക്ക് ആ സ്ഥലത്തിൻ്റെയും ഓണറുടെയും ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു. ഡോക്യുമെൻറ്റ്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് അറിയാനാണെന്ന് പറയുമ്പോൾ ഇതൊക്കെ അറിയാൻ നിങ്ങൾ വിജയലക്ഷ്മിയുടെ ആരാണെന്ന് ആ ഓഫീസർ ചോദിച്ചു. ഞാൻ പിന്നെ അങ്ങനെ ചോദിച്ചാൽ നേരിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് തന്നെയാ കുഴപ്പം. വഴിയെ പോകുന്ന ആരെങ്കിലും കയറി വന്ന് ചോദിച്ചാൽ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയാലേ അതിൻ്റെ പുറകെ കോടതി കയറാനൊന്നും എനിക്ക് വയ്യെന്നും ആ സാറ് പറഞ്ഞപ്പം അയ്യോ, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനത്തെ ഒരാളല്ലെന്ന് പറഞ്ഞു. നിങ്ങൾ ആരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അത് പിന്നെ ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ സാർ ഡീറ്റെയിൽസ് തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യമല്ലേ, അത് നിങ്ങളാരാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ഗീതു ഉള്ള കാര്യം സാറിനോട് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ആ സാർ എഴുന്നേറ്റ് നിന്നിട്ട് സോറി മാഡം, എനിക്ക് ആളെ മനസ്സിലായില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. മാഡത്തിന് എന്താ കുടിക്കാൻ വേണ്ടത്? കോഫി, ചായ, കൂൾ ഡ്രിങ്ക്സ് എന്താ വേണ്ടത്? രാജീവേ, മാഡത്തിന് കുടിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അദ്ദേഹം ഭയങ്കര ധൃതി കൂട്ടുമ്പോഴേക്കും അയ്യോ, എനിക്കൊന്നും വേണ്ട സാർ, സാർ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു ഗീതു.
ഞാൻ ഇന്ന ആളാണെന്ന് വന്നപ്പോഴേ ഒന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. എന്തിന്? ഇങ്ങോട്ട് വരേണ്ട കാര്യം പോലും ഇല്ലായിരുന്നല്ലോ, ഒന്ന് ഫോൺ വിളിച്ചാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചപ്പം എനിക്ക് ആ വസ്തുവിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അറിയണമായിരുന്നു, അതുകൊണ്ടാണ് നേരിട്ട് വന്നതെന്ന് ഗീതു പറയുക. പോക്കുവരവ് ചെയ്യാൻ തന്ന ഡോക്യുമെൻറ്റ്സൊക്കെ ഇവിടെ കാണില്ല എന്ന് ചോദിച്ചപ്പം മേഡം എന്തിനാ ആ സ്ഥലത്തെക്കുറിച്ച് ഇത്ര കാര്യമായിട്ട് അറിയുന്നത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിച്ചു. പെട്ടെന്ന് അത് ഈ പഴയ തറവാട്ട് വീടൊക്കെ എനിക്കൊരു വീക്ക്നെസ്സാണ്, ഒരു തരം നൊസ്റ്റാൾജിയ ഫീലാണ്. അപ്പോൾ ആ തറവാടിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ മേഡം എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വിജയലക്ഷ്മിയുടെ കയ്യിൽ കാണുമല്ലോ, വസ്തു വാങ്ങാനാണെങ്കിൽ അത് അവരുമായി സംസാരിച്ചാൽ പോരെന്നാ സാറ് ചോദിച്ചു. എല്ലാം പക്കയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ അവരോട് സംസാരിക്കുന്നുള്ളൂ എന്ന് ഗീതു പറയുക. എനിക്ക് ആധാരത്തിൻ്റെ കോപ്പി ഒന്ന് കണ്ടാൽ മതി, ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തോളാം. മേഡം ആയതുകൊണ്ട് ഉള്ള കാര്യം ഞാൻ പറയാം. ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ചില കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വസ്തു വിജയലക്ഷ്മിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അവരത് തണ്ടപ്പേര് ചേർത്ത് കരം ഇതുവരെ അടച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയാം. ഏതാണ്ട് 10 വർഷത്തോളമായി അത് അങ്ങനെ തന്നെ അങ്ങ് കിടക്കുക. ഇപ്പോഴാണ് അന്വേഷണവും മറ്റു വിവരങ്ങളും ഒക്കെ ഉണ്ടായത്. അത് തപ്പിയെടുക്കാൻ കുറച്ച് സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതുവിനാകെ ഒരു നിരാശ. ഒന്ന് സ്പീഡപ്പ് ആക്കാൻ സാർ വിചാരിച്ച് നടക്കില്ലേന്ന് ചോദിച്ചു. സെക്ഷൻ ക്ലർക്ക് ലീവിലാണെന്നും അയാൾ വിചാരിച്ചാലേ തപ്പിയെടുക്കാനായിട്ട് പറ്റൂ. ലീവ് കഴിഞ്ഞ് അയാൾ വന്നാലുടൻ ഞാൻ തന്നെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി മേഡത്തിനെ വിളിക്കാമെന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്നും പറഞ്ഞു ഗീതു അന്നേരം. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ മേഡത്തിന് തിരക്കാണെങ്കിൽ പോയിക്കോളും, ഇത് ഞാൻ ശരിയാക്കി തരാമെന്നും സാറ് പറയാം. അപ്പോൾ ശരി എന്നും പറഞ്ഞ് ഗീതു അവിടെ നിന്ന് ഇറങ്ങി. ഗീതു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാർ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് രാധികയെ വിളിച്ചിട്ട് രാധികയോട് കാര്യം പറയാം. അപ്പോൾ അവളെന്തിനാ അവിടെ വന്നത് എന്നുള്ള കാര്യം ഈ ഓഫീസർ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രാധിക ചോദിച്ചു. വിജയലക്ഷ്മിയുടെ പേരിലുള്ള തറവാട് വീടിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത് എന്നുള്ള കാര്യം രാധികയോട് പറയുവാണ് ഈ ഓഫീസർ. അത് കേട്ടപ്പോൾ രാധിക നടുങ്ങി. രാധിക ഇങ്ങനെ നിൽക്കുമ്പം അവിടെ വിജയലക്ഷ്മിക്ക് പ്രോപ്പർട്ടി ഉണ്ടെന്ന് അവൾ അങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചു. മരുമകൾക്ക് ഇവിടുത്തെ വാർഡ് കൗൺസിലറുമായി എന്തോ ബന്ധമുണ്ടെന്നുള്ള കാര്യം പറയാം, അതുവഴിയാണ് ഇവിടെ എത്തിയത് എന്നുള്ള കാര്യവും പറഞ്ഞു. ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നാണ് മേഡത്തിൻ്റെ മരുമകൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോൾ രാധിക ആകെ ഞെട്ടി നിൽക്കുക. ഒരു കാരണവശാലും അത് അവൾക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. മേഡത്തിനോട് ചോദിക്കാതെ വേറെ ആർക്കും ആ പുരയിടത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് കൗൺസിലർ പല തവണ കയറി ഇറങ്ങിയിട്ടും ഞാൻ ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യം പറയുകയാണ് അയാൾ രാധികയോട്. അപ്പോൾ അതങ്ങനെ തന്നെ മതി, ഗീതുവിനെ നിങ്ങൾ എങ്ങനെ ഒഴിവാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ സെക്ഷൻ ക്ലർക്ക് ലീവിലായതുകൊണ്ട് ഇത് തപ്പിയെടുക്കാൻ സമയം എടുക്കുമെന്നൊക്കെ പറഞ്ഞാണെന്ന് പറയുമ്പം അതേതായാലും നന്നായി, ആ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ഒരിക്കലും അവളുടെ കയ്യിൽ എത്തരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഗീതുവിന് കൊടുക്കാതിരിക്കാനുള്ള വഴികളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. ചിലപ്പോൾ താലൂക്ക് ഓഫീസിലോ കളക്ട്രേറ്റിലോ പോയാൽ പണി കിട്ടുമെന്നും ഇയാൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവളുടെ ഈ അന്വേഷണം ഞാൻ അവസാനിപ്പിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞപ്പോൾ മേഡത്തിൻ്റെ മരുമകളെ മാത്രം ഒതുക്കിയാൽ പോരാ, ഈ കാര്യത്തിൽ വിജയലക്ഷ്മി നേരിട്ട് ഇടപെട്ടാൽ കളി മാറും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ താക്കീതും കൊടുക്കുക. അവരുടെ പോക്കുവരവ് ചെയ്ത് ഭൂമിയുടെ കരമടയ്ക്കാതെ ഇവിടെ തിരിമറി നടത്തിയിരിക്കുകയാണെന്ന് മീഡിയ അറിഞ്ഞാൽ അതോടെ എൻ്റെ പണി തെറിക്കുമെന്നുള്ള കാര്യം ഇയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ സുധാകരൻ പേടിക്കാതെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു രാധിക. അപ്പോൾ എന്ത് വേണമെങ്കിലും അത് ഉടനെ വേണമെന്നും അയാൾ പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ടത് ചെയ്തോളാമെന്നും പറഞ്ഞ് രാധിക ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രാധിക തല പൊങ്ങഞ്ഞിങ്ങനെ നിൽക്കുക. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ രാധിക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വരുൺ അങ്ങോട്ടേക്ക് വരുന്നത് സുവർണയും കൂട്ടി. അപ്പോൾ നിന്നോട് ആരും ഇവിടേക്ക് വരാൻ പറഞ്ഞെന്ന് മകനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചോദിച്ചു രാധിക. ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. എന്തിന്? സുവർണയ്ക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ അമ്മയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ രാധിക ഇങ്ങനെ നോക്കുവായി. AGM-നെതിരെ ഗീതുവിൻ്റെ നേതൃത്വത്തിൽ വളരെ വലിയൊരു ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നുള്ള കാര്യം പറയുകയാണ് ഈ സുവർണ. അത് കേട്ടപ്പോഴേക്ക് രാധിക ചാടി അങ്ങോട്ട് എഴുന്നേറ്റെ. എന്താണെന്നുള്ളതിൽ രഘുറാം IT സൊല്യൂഷനുമായിട്ടുള്ള ആ ഒരു ഇടപാട് ഒരു വൻ ചതിയാണെന്നും അതിൽ നിന്ന് നമ്മുടെ കമ്പനിയെ രക്ഷിക്കാൻ അമ്മ ഇടപെട്ടേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് മകൻ ഇങ്ങനെ പറയണം. രഘുറാം മാധവേട്ടൻ്റെ ഫ്രണ്ടായിരുന്നു, അവരുടെ കമ്പനി നമ്മൾ ഏറ്റെടുക്കുന്നതിൽ എന്താ ചതിയെന്ന് ചോദിച്ചപ്പോൾ മേഡം ആ ഡീൽ നടത്തിയതിൻ്റെ പിന്നിൽ ഗീതുവിൻ്റെ ബുദ്ധിയാണെന്നും ആ ബിസിനസ് മഹേഷ് കൊണ്ടുവന്നതാ, അതെങ്ങനെ ഗീതുവിൻ്റെ ബുദ്ധിയാകുമെന്ന് രാധിക ഇത് കേട്ടപ്പോൾ ചോദിച്ചു. അന്നേരത്തേക്കും അവിടെയാണ് അമ്മേ ചതി നടന്നിരിക്കുന്നത്. രഘുറാം അങ്കിളിൻ്റെ മകൾ അവർണികയെ വിവാഹം ചെയ്തിരിക്കുന്നത് ഗീതുവിൻ്റെ കാമുകൻ കിഷോർ ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും രാധിക ഞെട്ടിപ്പോയി. സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ കിഷോർ ഇപ്പോൾ ജയിലിലാണെന്നും
ഏതോ നാർക്കോട്ടിക് ഏജൻസുമായി കണക്ഷൻ ഉണ്ടെന്ന് ആരോപിച്ച് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഇതിൽ ഈ ഒരു ഏർപ്പാട് ചെയ്തതെന്നുള്ള കാര്യം പറഞ്ഞപ്പം സ്വന്തം കാമുകരെ രക്ഷിക്കാൻ വേണ്ടി തകർച്ചയിൽ നിൽക്കുന്ന ഒരു കമ്പനി ഗീതു നമ്മുടെ തലയ്ക്ക് അടിച്ചു വെക്കാൻ കാരണമാകുന്നു അല്ലേ? യെസ് മാം, അതെ. അപ്പോൾ പിന്നെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ രാധികയും. ഇത് ഗോവിന്ദ് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് രാധിക ചോദിച്ചു. വീണ്ടും ഗീതു ചതിച്ചു എന്ന് ബോധ്യപ്പെടുമ്പോൾ അവൻ അവളെ ഡിവോഴ്സ് ചെയ്യും ഇല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ കാര്യം വളരെ ശ്രദ്ധയോടെ ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാൽ ഗീതു പിന്നെ ഇവിടെ ഉണ്ടാകില്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് പോയി അറിയിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇനി കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല എങ്കിൽ ഞാൻ ഗോവിന്ദനെ വിശ്വസിപ്പിക്കാൻ പോകുന്ന കഥ ഇതായിരിക്കും. ഗോവിന്ദേട്ടനെ ബോധ്യപ്പെടുത്താൻ അമ്മയ്ക്കേ കഴിയൂ. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞപ്പോൾ അമ്മയോട് ഈ കാര്യത്തെപ്പറ്റി പറഞ്ഞത്. അതേതായാലും നല്ല കാര്യമായി, അത് മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് രാധിക ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന നിൽക്കുകയാണ് ഇവർ 3 പേരും കൂടി. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ അജാസും നമ്മുടെ ഗോവിന്ദും കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്മ മകനെ കാത്തു നിൽക്കുക. കയറി വന്ന മകനോട് വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചോദിച്ചു. അതായത് അവർ തമ്മിലുള്ള ആ ഒരു ബിസിനസ് ഡീലിനെ പറ്റിയും അതുപോലെ തന്നെ ഇവരിറക്കിയ കാശ് അത് എത്ര നാൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതു ഈ ഒരു ബിസിനസ്സിന് എഫേർട്ട് എടുത്തതിനെ പറ്റിയുള്ള കാരണങ്ങളും പറയുവാണ്. അപ്പോൾ അങ്ങനെ അജാസിനെ പറഞ്ഞു വിട്ടിട്ടാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദ് ഞെട്ടിപ്പോയി. ഒരിക്കലും അങ്ങനെ ആവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ തെളിവ് സഹിത ഈ രാധിക അങ്ങ് പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങനെ ഇല്ലമ്മേ, ഗീതു അങ്ങനെ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേനേന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നിൻ്റെ വെറും തോന്നലാണെന്നുള്ള കാര്യം രാധിക ഗോവിന്ദനോട് പറയണു. അപ്പോൾ അതൊക്കെ കേട്ട് ഗീതു വീണ്ടും തന്നെ ചതിച്ചു എന്നുള്ള ഷോക്കിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെയെങ്ങാനും അവൾ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദനകത്തേക്ക് കയറി പോണു. രാധിക ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു അവിടെ ഇരുന്ന് സംസാരിച്ചതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദൻ ഒരു നിമിഷം അവിടെ നിന്ന് ആലോചിക്കുക. അത് കഴിഞ്ഞ് ഫോൺ വിളിച്ചതും അതുപോലെ സംസാരിച്ചതും ഇതെല്ലാം ഗോവിന്ദൻ ഒരു നിമിഷം അവിടെ നിന്ന് റിവൈൻഡ് ചെയ്യുന്നു. രാധിക ഇതൊക്കെ കേട്ട് ഹാപ്പി മൈൻഡിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എല്ലാം തൻ്റെ കുടക്കീഴിലായി എന്നുള്ള അഹങ്കാരത്തോടെ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ കാഴ്ചവെച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥാവിശേഷം ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.